ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു മത്തിത്തോരനാണ് വെക്കാൻ പോകുന്നത്. ഇപ്പം മത്തിക്കൊക്കെ നല്ല വിലക്കുറവാണല്ലോ, അപ്പം നമുക്ക് ഇച്ചിരി മത്തിത്തോരൻ വെക്കാമെന്ന് മത്തി വാങ്ങിച്ചതാണ്. അപ്പോൾ അതിൽ കുറച്ചെടുത്ത് കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളായി മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യമായ കറിവേപ്പില, കുഞ്ഞുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത്രയും നമ്മൾ എല്ലാം കഴുകി വൃത്തിയാക്കി ചുവന്നുള്ളി ഒന്ന് ചെറുതായിട്ട് ചതച്ച് വെച്ചിട്ടുണ്ട്. പിന്നീട് ഒരു തേങ്ങ എടുത്ത് പൊതിച്ച് അതിൻ്റെ ഒരു അരക്കപ്പ് തേങ്ങ നമുക്ക് മതി. അരക്കപ്പ് തേങ്ങ ഞാൻ ചിരകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നല്ല വാളംപുളി വേണം. വാളംപുളി നല്ല പുളിയാണത്. അത് ഞാൻ നല്ലോണം കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചേക്കാണ്. പിന്നീട് നമ്മൾ തിരുമ്മി വെച്ചിരിക്കുന്ന ആ തേങ്ങയിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനത് ഇട്ട് കൊടുത്തപ്പോഴത്തേക്ക് എൻ്റെ പാച്ചൂട്ടൻ വന്നിട്ട് പറഞ്ഞു, അമ്മേ ഞാൻ ഇനിയൊന്ന് പറയട്ടെ എന്ന് പറഞ്ഞ് പറയുവാണ്. എന്നിട്ട് മുറിച്ചിട്ട് പച്ച അമ്മച്ച് അത് നമ്മൾ ഞാൻ എന്നിട്ട് അമ്മച്ചു വീട്ടിൻ്റെ പച്ച അതിന് അതിന് അവിടെ നിന്ന് കിട്ടിയില്ല, ഇവിടുത്തെ അവിടെ കിട്ടി. എന്നിട്ട് ഞാൻ അങ്ങാടി പോവും. അതിൻ്റെ ഞാൻ ഈ പറയുന്നത് കേൾക്കുന്നതൊക്കെ കേട്ട് പാച്ചോട്ടനും അവൻ്റെ രീതിയിൽ നമ്മൾ പറയുന്ന പോലെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് അതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടെന്ന് പറയുവാണ്. പിന്നീട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടി ഇട്ട് വെച്ചിരിക്കുന്ന തേങ്ങയിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂണോളം ഉപ്പൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിനി ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കണം. അതിനുവേണ്ടി നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അവൻ വന്ന് തിരിച്ചുകൊണ്ട് ഇച്ചിരി കൂടിപ്പോയി. പിന്നീട് നമ്മുടെ മീൻ ചട്ടി എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പൊന്നിടുക. പിന്നീട് നമ്മൾ എടുത്ത് ക്ലീൻ ആക്കി വെച്ചിരിക്കുന്ന മത്തി എടുത്ത് വെച്ചിരിക്കുന്ന എല്ലാ സാധനങ്ങളും ഇതിലേക്ക് ഒന്നിട്ടിട്ട് നല്ലോണക്ക് മിക്സ് ചെയ്യുക. ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില എല്ലാം ചേർത്ത്, ഉപ്പ് നമ്മൾ ഓൾറെഡി ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യത്തിന് വേണമെങ്കിൽ നമുക്ക് പിന്നെ ചേർക്കാം. നല്ലോണക്ക് എല്ലായിടത്തും ആകത്തക്കോണക്ക് അരപ്പ് എല്ലായിടത്തും പിടിക്കത്തക്കോണക്ക് നമുക്ക് നല്ലോണക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒരു കൈ കൊണ്ട് ഫോണിൽ പിടിച്ച് വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് ഈ ചട്ടി കിടന്ന് അനങ്ങുന്നത്. നല്ലോണക്ക് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്കതൊന്ന് നല്ലോണക്ക് പ്രസ് ചെയ്ത് അമക്കി കൊടുക്കാം. പിന്നീട് ഇതിലേക്ക് ആവശ്യത്തിന് ഒരു ഗ്ലാസ് വെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിന് 1/4 ഞാൻ ഒഴിച്ചിട്ടുണ്ട്. നല്ലോണക്ക് ഒന്ന് ഒഴിച്ച് അത് ഒരു നികപ്പേ ചെറിയൊരു ഇത് വരുമല്ലോ, അതുപോലെ ആക്കി വെച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് പ്രസ് ചെയ്ത് വെക്കുക. പിന്നീട് നമുക്ക് ഗ്യാസ് വെച്ച് നമുക്ക് ചെറിയ ലോ ഫ്ലെയിമേ വെച്ച് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. നമുക്കിനി അതിനൊരു അടപ്പൂടെ എടുത്ത് അടച്ച് ഒരു 10-15 മിനിറ്റ് ലോ ഫ്ലെയിമേ നമുക്ക് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇപ്പോൾ ഇട്ടത്. കാരണം എനിക്ക് വെളുത്തുള്ളി ഉണ്ടായിരുന്നു, ഇഞ്ചി ഇല്ലായിരുന്നു. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇച്ചിരി ഇടാമെന്ന് വിചാരിച്ച് അതിൻ്റെ കൂട്ടത്തിൽ ഇട്ടൊന്ന് ചെറുതായിട്ട് ഇളക്കിയെടുത്ത്, കാരണം എല്ലായിടത്തും അത് പിടിക്കണമല്ലോ, അതിനെ ഇളക്കി എടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് പ്രസ് ചെയ്ത് അമക്കി ഞാൻ സ്പൂണും കൊണ്ടൊന്ന് അമക്കി വെച്ചു. ചോറ് ഇരിപ്പുണ്ടായിരുന്നു, അത് ഞാൻ വെച്ചൂറ്റിയെടുത്തു. പിന്നീട് ഒരു മീൻ വറക്കണമെന്ന് പറഞ്ഞ് കുറച്ച് മീനുണ്ടായിരുന്നു, അരപ്പ് പുരട്ടി വെച്ചിരിക്കുമായിരുന്നു. അപ്പോൾ മീൻ വറക്കാമെന്ന് പറഞ്ഞ് ഒരു ചീൻചട്ടി വെച്ച് അത് ചൂടായി വന്ന് ഇതിലേക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. മീൻ കഷ്ണങ്ങളെല്ലാം പറക്കി ഞാൻ നിരത്തി അതിലോട്ട് ഇടുന്നുണ്ട്, ഒന്ന് നല്ലോണം ഒന്ന് മൂത്ത് മൊരിപ്പിച്ചെടുക്കാൻ വേണ്ടി. നല്ല രീതിയിൽ അതൊക്കെ എണ്ണയൊക്കെ ചൂടായിരുന്നു. ഞാനിങ്ങനെ എല്ലാ കഷ്ണങ്ങളും അങ്ങ് എടുത്ത് പറക്കിയിട്ടു അങ്ങ് വറുത്ത് വയ്ക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ എല്ലാം നല്ലോണമൊക്കെ ഒന്ന് മൂത്ത് വരാൻ വേണ്ടി നമുക്കിനി വെയിറ്റ് ചെയ്യണം. ഈ മീൻ വറക്കുമ്പം നമ്മൾ ഈ കടകളിലൊക്കെ ചെല്ലുമ്പം കാണാമല്ലോ കറിവേപ്പില മണ്ടയിടുന്നത്. അതുകൊണ്ട് ഞങ്ങളെപ്പം മീൻ വറുത്താലും കറിവേപ്പില മണ്ടയിൽ ഇങ്ങനെ ഒന്ന് വിതറിയിടും. അങ്ങനെ അതും ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നീട് ഞാൻ എല്ലാം സെറ്റായെന്ന് മനസ്സിലായപ്പോൾ അതിലേക്ക് ഞാൻ ഇച്ചിരി പച്ച വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് ആ ചട്ടി ഇട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് കറക്കി എടുക്കുന്നത് നല്ലതാണ്. നമ്മൾ മീൻ കറി വെക്കുമ്പോഴും വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം കറക്കി ഇങ്ങനെ എടുക്കുമല്ലോ, അതുപോലെ ചെയ്താൽ മതി. പിന്നെ വേണമെങ്കിൽ ഒന്ന് ഉപ്പൊക്കെ ഉണ്ടോ എന്നൊക്കെ പാകത്തിന് നോക്കി വേണമെങ്കിൽ ഇച്ചിരി കൂടെ ചേർത്ത് ഇളക്കിയെടുക്കാം. എന്തായാലും എൻ്റെ തോരൻ റെഡി ആയിട്ടുണ്ട്. നല്ല മത്തിത്തോരൻ, കുടംപുളി ഇട്ട നല്ല മത്തിത്തോരൻ റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ മീനും റെഡി ആയിട്ടുണ്ട്.
ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങളെയെല്ലാം ഈ വീഡിയോ ഒക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ബൈ ബൈ, ടാറ്റാ.